ഗൗരി ഗൗരി ഉറുകളെ മുഖം കാണിക്കൂ. ഓ മുതലാളി, എന്തൊക്കെയാണ്? സരോജ പറയാറുണ്ട് നിന്റെ ഭർത്താവ് എന്നും രാത്രി വീട്ടിൽ വരാറില്ല എന്നും. രാത്രി റെയിൽവേ സ്റ്റേഷനിൽ കാവൽ ജോലിക്ക് പോവും. അപ്പൊ വീടിന് കാവലാരായിരിക്കുന്നത്? ഓ മുതലാളി, അല്ല എന്തെങ്കിലും പേടിയുണ്ടോ? മിസ് കാൾ അടിക്കണമെന്ന് പറയുന്നതിന് ആരാടാ വന്നേ? ചേച്ചി, ഇവിടെ മാർക്കണ്ടേയൻ എന്ന് പേരുള്ള ഒരാളുണ്ടല്ലോ, അയാൾ എവിടെയാ ഉള്ളത്? മരണ വീട്ടിൽ വന്ന് ശവം എവിടെയെന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. സാർ, സോറി സാർ, ഞാൻ വിചാരിച്ചില്ല നിങ്ങളാണെന്ന്. നല്ല വയസ്സായി തലമുടിയൊക്കെ നരച്ച് കണ്ണിൽ കണ്ണാടിയൊക്കെ വെച്ച ആളാണെന്ന് വിചാരിച്ചു സാർ. നിങ്ങളാണെങ്കിൽ ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ പിന്നെ എങ്ങനെ ഉണ്ടാവണം? കാര്യം എന്താ സാർ? എന്റെ മുത്തശ്ശൻ മുത്തച്ഛൻ രംഗനാഥക്കുറുപ്പ് കുറുപ്പ് ഒരു ലെറ്റർ തന്നു വിട്ടിട്ടുണ്ട് സാർ. എന്നാ ഇട്. ഞാൻ മറന്നു. എന്താ എന്താ ഇത്? സാർ? സാർ, ഈ ലെറ്റർ തന്ന റൂം തരുമെന്ന് പറഞ്ഞു സാർ. പക്ഷെ മുത്തശ്ശന്റെ ലെറ്റർ സാർ കീറിക്കളഞ്ഞല്ലോ. തരുമായിരുന്നു അയാൾ, ഞാനല്ല. സാർ, എന്റെ കൊച്ചുമോൻ വളരെ നല്ലവനാണ്, ദാനശീലനാണ്, വീരനാണ്, സ്നേഹമുള്ളവനാണെന്നൊക്കെ പറഞ്ഞു സാർ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞൂടെ സാർ? നോക്കു മോനെ, ഇതൊക്കെ അവരുടെ ഫീലിങ്സ് ആണ്. ഞാൻ പറയുന്നത് റൂൾസ് ആണ്. നിനക്ക് അവിടെ റൂം വേണമെങ്കിൽ 2 കണ്ടീഷൻ. എന്താ സാർ? കണ്ടീഷൻ നമ്പർ 1, നീ എല്ലാ മാസവും 4000 രൂപ എനിക്ക് തരണം. സാർ, കണ്ടീഷൻ നമ്പർ 2, നീ ഇവിടം വിട്ടു പോകുന്നത് വരെ ഞാൻ എന്തൊക്കെ പറയുന്നോ അതെല്ലാം അനുസരിക്കണം. സാർ, ഇരിക്കുന്നെങ്കിൽ ഇരി, അല്ലെങ്കിൽ സ്ഥലം കാലിയാക്ക്. ആദ്യ മാസത്തെ വാടക. അങ്ങനെ ആയിരിക്കണം ഗുഡ് ബോയ്സ്. നീ എന്താ സ്റ്റുഡന്റാ? ഗ്രാജുവേറ്റ് ആണ് സാർ. ഇവിടെ വന്നത് ലവ് ചെയ്യാൻ, ജോലി നോക്കാനാണ് സാർ. നില്ലടാ റാസ്കൽ. സാർ, സാറ് വളരെ സ്ട്രിക്റ്റ് ആണല്ലേ സാർ? അതെ അതെ. കോളേജ് പിള്ളേർ പല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. സാർ, നാളെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇടാൻ പറ്റില്ലല്ലോ സാർ. അതുകൊണ്ട് ഇപ്പൊ യൂത്ത് ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. നീ യൂത്ത്? അപ്പൊ ഞാൻ ആരാടാ? ഞാൻ ആരാന്ന്? യൂത്ത് ആണ് സാർ. നീ അതുണ്ടാ? അതാ റൂം, അങ്ങോട്ട് ചെല്ല്. പ്രേമിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് പറ്റിയ ആരെയും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഒരു ചായ. സാർ, ചായ. മാഡം, മാഡം, എക്സ്ക്യൂസ് മീ. യെസ്. എന്ത് യെസ്? നിനക്കത് തലയ്ക്ക് നല്ല സുഖമില്ലേ? നിനക്ക് നനയണമെങ്കിൽ തനിയെ നനഞ്ഞാ പോരെ. എന്തിനാ വെറുതെ ഈ കുട്ടികളെയും കൂടെ നനയിച്ച് പനി പിടിപ്പിക്കുന്നത്? നിനക്ക് അടക്കവും ഒതുക്കവും മാനവും മര്യാദയും ക്ഷമയും ഒന്നുമില്ലേ? ഇവള് വലിയ മാധുരി ദീക്ഷിത് എന്നുള്ള ഫീല്. ഭരതനാട്യം, കഥകളി, കുച്ചിപ്പുടി, നാടോടി നൃത്തം എല്ലാത്തിലും എക്സ്പെർട്ട് ആണോ നീ? നിനക്കങ്ങനെ ഡാൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും TV പ്രോഗ്രാമിൽ ചെയ്യണം. അത് വിട്ടിട്ട് റോഡിൽ വന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നേ? ചോദിക്കാനും പറയാനും ആരുമില്ലേ നിനക്ക്? ഒരു ചായയും ബണ്ണും വാങ്ങിക്കൊടുത്ത് പാവപ്പെട്ട കുട്ടികളുടെ മുന്നിൽ ഷോ ഓഫ് കാണിക്കല്ലേ നീ? നാളെ ഇവർക്ക് പനി പിടിച്ച ഇവരുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ കാശുണ്ടോ? അതിന് വല്ല പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ നീ. അതോ നീ ഇവരെ ആശുപത്രി കൊണ്ടുപോകും? നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, ഒരു വായി നോക്കി. ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണത്തിനുള്ള സാധനം വാങ്ങാൻ വന്നത്. നിന്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ മണി 3 ആയിട്ടുണ്ടാവും. പിന്നെ ഭാര്യയും ഭർത്താവും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ഭജന, അർച്ചന, പൂജ. രാവിലെ ആവുമ്പോ ഡിവോഴ്സ്. മക്കളൊക്കെ വഴിയാധാരമാവും. പാവി, ഒരു വീട് നശിപ്പിച്ചല്ലോ നീ. കുടുംബം കളിക്ക്. സിനിമ കാണുക, എന്നിട്ട് നട റോഡിൽ വന്ന് അഴിഞ്ഞാടുക. ഔട്ട്. ഡർട്ടി റെയിൻ ഡാൻസർ. താങ്ക് യു. എടി, നിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിട്ടത് ആരാടി? ഇവിടെ ആളുകൾ വിശന്ന് മരിക്കുമ്പോ നീ ഇവിടെ പകുതി ഇഡലി വേസ്റ്റ് ആക്കുക.
ഇന്നത്തെ കാലത്ത് കർഷകൻ വിളകൾ വളർത്താൻ എത്ര കഷ്ടപ്പെടുന്നു, അരി ഉണ്ടാക്കാൻ എത്ര കഷ്ടമാ, അത് കടയിൽ നിന്ന് മേടിക്കാൻ എത്ര കഷ്ടമാ. പുലർച്ചെ എഴുന്നേറ്റ് കഷ്ടപ്പാടിന്റെ കൂടെ വിയർപ്പ് മിക്സ് ചെയ്ത് അരി അരച്ച് ഇഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും തന്നെ അയാളുടെ ജീവന്റെ പകുതി വേസ്റ്റ് ആയി പോകും. 1984 അഫ്ഗാനിസ്ഥാനിൽ 2010 പേര് മരിച്ചു. 1994 പാകിസ്ഥാനിൽ 2011 പേര് മരിച്ചു. 1999 ഉഗാണ്ടയിൽ 2012 പേര് മരിച്ചു. ഇതുപോലെ എല്ലാ വർഷവും അന്നം ലഭിക്കാതെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്ര ആളുകൾ മരിച്ചു പോകുന്നു എനിക്കറിയാം. തനിക്കറിയാമോടോ? അറിയില്ല. അൺഎഡ്യൂക്കേറ്റഡ്. പട്ടിണി കിടക്കുന്ന ആർക്കെങ്കിലും ഈ പകുതി ഇഡലി കൊടുത്തിരുന്നെങ്കിൽ അവർ ജീവിച്ചേനെ. ഈ പകുതി ഇഡലിയിൽ ഒരു ജീവൻ ഇരിപ്പുണ്ട്. ഉള്ളപ്പം മനസ്സിലാവില്ല, ഇല്ലാതാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിലും നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടേ ഇവിടെ ഇറങ്ങാവൂ, ഓക്കെ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലപ്പാ. ഈ എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്തൊരു ടഫ് ജോബാ. ഇരിയെന്ന് നോക്കുവാനെ. ഈ റൂം നിന്റെ റൂം, നിന്റെ എന്ന് വെച്ചാൽ നിന്റെ അല്ല. ഈ റൂം എന്റെ. അത് പിന്നെ ഫസ്റ്റ് ടൈം നിന്നെ ഞാൻ കണ്ടപ്പോ അയ്യോ പാവം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് എന്റെ റൂമിൽ നിനക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം തന്നത്. ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, ഇവിടെ നിന്ന് പോകുന്നത് വരെ ഇത് നിന്റെ റൂമാണെന്ന ഫീലിംഗ് നിനക്കുണ്ടാവാനേ പാടില്ല. അപ്പൊ സാറിന്റെ 4000 ഡൊണേഷൻ ഒന്നും ചെയ്യരുത്. എന്തിനാ? കിടക്കാനാണ് സാർ. ഏയ്, സിംഹാസനം ഏതായാലും അത് രാജന് മാത്രമുള്ള. നിന്റെ സ്ഥലം താഴെ. അടിയിൽ പോയി നോക്കിയാൽ മതി, കാണും. മുണ്ടിനടിയിലല്ല, കട്ടിലിനടിയിൽ. റാസ്കൽ. സോറി സാർ. എക്സ്ട്രാ ബെഡ് ഉണ്ടോ സാർ? പായുണ്ട്, അത് വിരിച്ചു കിടന്നോ. എന്താ മോനെ ഇത്ര വേഗം ഉറങ്ങുന്നത്? ക്ഷീണമുണ്ട് സാർ, ഉറക്കം വരുന്നു. കാല് വേദനിക്കുന്നു, ഒന്ന് അമർത്തിയേ. സാർ ഞാൻ ലേറ്റ് ആയിട്ട് കിടന്ന എനിക്ക് കട്ടിലിൽ കിടക്കാൻ തോന്നുന്നു സാർ. എന്തിനാ സാർ വെറുതെ? കൂടുതൽ വൈകണ്ട, വേറെ എന്തെങ്കിലും തോന്നിയാലോ? Wow. പൊട്ടിക്ക്. നീ ചുമ്മാ നിന്റെ പാട്ടിന് ഇതുവഴി വരികയായിരുന്നു. നിന്നെ കണ്ട ഉടനെ ബൊമ്മ കാല് വഴുതി തനിയെ താഴെ വീണു, കഴുത്ത് മുറിഞ്ഞുപോയി. ഗണപതിയുടെ കഴുത്ത് ശിവൻ ഒട്ടിച്ചതുപോലെ ബൊമ്മയുടെ കഴുത്ത് നീ ഒട്ടിച്ചു. ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങളുടെ വലിയ മനസ്സാ. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞേകൂടാ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വഴക്ക് പറയാനേ പാടില്ലെന്ന്. നീ ചെയ്തിരിക്കുന്ന പണി കണ്ട ചെവി കേട്ടൂടാത്ത ബദിരം പോലും തിരിഞ്ഞു നിന്ന് ചീത്ത വിളിക്കും. നീ അറിയാത്തതുപോലെ എടുത്തു വെച്ചാ അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് അറിയോ നിനക്ക്? അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ അറിയാലോ, പക്ഷെ ഇതൊന്നും അറിയില്ലേ? ഏയ് ഓണർ, ഇങ്ങോട്ട് വന്നേ. വാടോ ഇവിടെ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, വരും. ഇപ്പൊ ശരിയാക്കി തരാം. ഓണർ സാർ നോക്ക്, ബൊമ്മ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇനി എന്തൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ ആവോ, അതിന്റെയൊക്കെ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വെളി വിട്ടാ മതി. ഔട്ട്, ഡേർട്ടി വിൻഡോ ഷോപ്പർ. 500 രൂപ തരണം മാഡം. 500? ഏയ്, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും നിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? പോയാലും തിരിഞ്ഞു വന്ന് ചീത്ത പറയാ. ഓഹോഹോ, പാവം കുട്ടി എന്ത് പറഞ്ഞാലും കേട്ടോളും. എന്ത് വേണേലും പറയാന്ന് കരുതിയോ? ഒരൊറ്റ എണ്ണം കൂടെ തന്നോണ്ടല്ലോ, മുഖത്തിന്റെ ഷേപ്പ് മാറും. ഓ, മദർ തെരേസയുടെ പേരക്കുട്ടി പോലെയാ ഇവൻ നാട് നേരെയാക്കുന്ന പോലെയാ പോസ് കാണിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇനി ഒരിക്കൽ കൂടെ എന്റെ പിന്നാലെ വന്നാൽ ഇപ്പൊ തന്നെ സോറി പറഞ്ഞിട്ട് പൊയ്ക്കോണം ഇവിടുന്ന്. മനസ്സിലായല്ലോ? അഞ്ജലി, വന്നേ ഭക്ഷണം കഴിക്കാം. വരുന്ന ആന്റി. പാവം മോള് പഠിക്കാവും, അവളെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ഓ, നിങ്ങൾക്ക് മാത്രമേ അവളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളൂ, എനിക്കില്ലല്ലോ. എന്താ അങ്കിൾ, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല മോളെ, പുറത്ത് ഞാൻ തർക്കിക്കും, വീടിനുള്ളിൽ ഇവള് തർക്കിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ എപ്പോഴും ഉള്ളതാ. എങ്ങനെ പോകുന്നു നിന്റെ പഠിത്തമൊക്കെ? നന്നായി പോകുന്നു. നന്നായി പഠിക്കണം കേട്ടോ. ബുക്ക് നോക്കുമ്പോഴൊക്കെ നിന്റെ അച്ഛനെ നിനക്ക് ഓർമ്മ വരണം. ആ മനുഷ്യൻ ആരെയും വിശ്വസിക്കില്ല, എന്നിട്ടും എന്നെ വിശ്വസിച്ച് നിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയിരിക്കുക. അഞ്ജലി, നിന്റെ അച്ഛന് നീന്ന് വെച്ച ജീവനാ. ആ വിശ്വാസം നീ സംരക്ഷിക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും ഇവളോട് ചോദിച്ചോ, മടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ആള് തന്നെ.
ഒന്ന് വേഗം വാ, ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ശരി, ബൈ. ഏയ്! കണ്ടില്ലേ പിന്നെ തൊട്ടടുത്ത് ഡസ്റ്റ്ബിൻ ഉണ്ടായിട്ടും നീ വേസ്റ്റ് അപ്പുറത്തേക്ക് എറിയല്ലേ? നിനക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ എവിടെ വേണേലും കളയും, അതിന് നിനക്കെന്താ? അല്ല എന്താ നിനക്ക്? ഞാൻ എവിടെ പോയാലും തിരഞ്ഞു പിടിച്ച് ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. നീ ആരാന്നാ നിന്റെ വിചാരം? അതെ, എനിക്ക് മഴയെന്ന് വെച്ചാൽ വലിയ ഇഷ്ടാ. ഞാൻ നനയും. ഞാൻ നിന്നെ വിളിച്ചോ നനയാൻ? അന്ന് എന്തോ ഇഡലി മതിയായതുകൊണ്ട് നിർത്തി. നിന്റെ കാശുകൊണ്ടാണോ വാങ്ങിച്ചത്? അന്ന് അറിയാതെ ബൊമ്മയൊന്നും കയ്യിൽ നിന്ന് സ്ലിപ്പായി. അതിന് ഇത്രയ്ക്ക് ചീത്ത പറയണോ? ഓണറുടെ മുന്നിൽ വെച്ച്. ഞാൻ എന്താ നിന്റെ ചെലവിലാണോ ജീവിക്കുന്നത്? എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? നോക്ക്, ഇതൊന്നും ശരിയല്ല. പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ചീത്ത വിളിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്തു പ്രാക്ടീസ് ആണെന്ന്? നിന്റെ തല. ഹലോ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ എപ്പോഴും ഇങ്ങനെ ഒന്ന് വെറുതെ നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാൻ? എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? അതെ, ആരെങ്കിലും ഇഷ്ടമായ ചീത്ത പറയാ. അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. തനി വന്നേ, നീ നമ്മുടെ ലാലേട്ടന്റെ 6-ാം തമ്പുരാൻ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ലാലേട്ടൻ മഞ്ജു വാര്യരെ ഇഷ്ടപ്പെട്ടിട്ട് നേരിച്ചെന്ന് ഇഷ്ടമാണെന്ന് പറയുകയാണോ ചെയ്യുന്നത്? വഴക്ക് കൂടി നേരിട്ടല്ലാതെ സഹായിച്ചിട്ടൊക്കെയാണ് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഞാനേ ലാലേട്ടന്റെ ഫാനാ, അതുകൊണ്ട് ഞാൻ അതേ ഫോർമുല ഫോളോ ചെയ്യുന്നു. എന്നിട്ട് നീ എനിക്ക് എന്ത് ഹെൽപ്പാ ചെയ്തിട്ടുള്ളത്? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അന്ന് നിന്നോട് മഴ നനയരുത്, പനി പിടിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ അവിടുന്ന് പോവായിരുന്നോ? അതിന് പകരം വഴക്ക് പറഞ്ഞ് 2 മിനിറ്റിൽ സ്പോട്ടിൽ നിന്ന് കാലിയാക്കിയില്ലേ? ഡോക്ടറിന് ഫീസ് കൊടുക്കുന്നത് ഒഴിവായില്ലേ? അതുപോലെ ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നുള്ളത് യൂണിവേഴ്സൽ കോൺസെപ്റ്റാ. ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നവരും അത് ഫോളോ ചെയ്യണമെന്നാ എന്റെ ആഗ്രഹം. പിന്നെ ആ ബൊമ്മയുടെ മാറ്റർ, മനുഷ്യനായ കുറച്ച് ബോധമൊക്കെ വേണ്ടേ? നാളെ ഞാൻ ലക്ഷക്കണക്കിന് വിലയുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നു എന്ന് വിചാരിക്കും. മിസ്സായി പോയി, കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി എന്നൊക്കെ പറഞ്ഞാ എനിക്ക് ദേഷ്യം വരാതിരിക്കോ? അതുകൊണ്ടാ ഇത്തിരി എരിവ് കൂട്ടി വാർണിംഗ് തന്നത്. അതെ, ഈ ലവ് ഒന്നും എനിക്കറിയില്ല, എനിക്കൊന്നും ഇഷ്ടമല്ല. ഹലോ, എല്ലാരും ഇത് സ്കൂളിൽ പോയി പഠിച്ചിട്ടല്ല വരുന്നത്. സമാധാനപ്പെട്. ഞാൻ എപ്പോഴാ നിന്നെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? നിന്നെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി. ഫാൻ, നിന്റെ ആരാധകനാ ഞാൻ. ഈ ഫാൻസ് എന്നൊക്കെ പറയുമ്പോഴേ അത് ലവ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ലവ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ പോലെയുള്ള മിടുക്കന്മാരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കല്ലേ. കഴിച്ചു കഴിഞ്ഞെങ്കിൽ ചോളം ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോവാൻ നോക്ക്. പറ്റേ? ലവ് മീ ഓർ ഹേറ്റ് മീ, കിസ് മീ ഓർ കിൽ മീ, ഓ ഡാർലിംഗ്. ഹലോ, അങ്ങനെ താൻ സ്റ്റാറായി പോയല്ലോ. ഞാൻ ഫാൻ ആയില്ലേ?